السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وأصحابه أجمعين. أما بعد. പ്രസിദ്ധ സഹോദരന്മാർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്താക്കിയ ഒരു ഹദീസായിട്ട് സഹീഹ് മുസ്ലിം റെഫറൻസ് നമ്പർ 96 ഇത് ഉലമാക്കന്മാർ സഹീഹ് എന്നൊരു സംശയമില്ലാത്ത ഒരു ഹദീസാക്കി. ഇതിൽ ചുമലുള്ള വിഷയം ചൊല്ലിട്ടുണ്ട് സമസ്യകൾ. അത് സംക്ഷിപ്തമായിട്ടാണ് ചൊല്ലുദ്ദേശിക്കുന്നത്. ചിന്തെങ്കിൽ അറാട്ടൊരു വ്യക്തി, ഒരു മുസ്ലിമോ മുസ്ലിം സഹോദരനോ കഷ്ടത്തെ നിവാരണമാക്കുന്നുണ്ടായിരുന്നാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ കഷ്ടത്തെ നിവാരണമാക്കി. അതേപോലെ ആഖിറത്തിലായിരിക്കും രണ്ടാമത്തെ വിഷയത്തിൽ ഒരു മുഅ്മിനോ ഒരു മുസ്ലിമോ സഹോദരനോ എന്തൊരു പ്രാബ്ലമുള്ള കഷ്ടത്തിലുള്ള ഹാർഡ്ഷിപ്പുള്ള അതിൽ ഈസിയായി കൊടുക്കുന്നുണ്ട്, സുലഭമായി കൊടുക്കുന്നുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സുലഭമായി കൊടുക്കണം. അതേപോലെ മൂന്നാമത്തെ വിഷയം ഒരു മുഅ്മിന്റെ ഒരു കുന്തുകൊലത്തെ ഒരു ന്യൂനത്തെ വീക്ക് പോയിട്ടാണ് എന്താ ഒരു ചെറിയ തപ്പ് സംഭവിച്ചത്. എല്ലാ അതും തപ്പ് സംഭവിക്കും. തപ്പ് സംഭവിച്ചിട്ടുമ്പോൾ തോപിച്ചിട്ടും നടിക്കുന്ന അത്യുത്തമാണ്. മുഅ്മിന്റെ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ന്യൂനത്തെ വീക്ക് പോയിന്റ്സ് ഇന്നൊരു ചൊല്ലാൻ അത് ഉണിപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയുടെ ന്യൂനത്തെ ദുനിയാവും ആഖിറത്തും അല്ലാഹുവിന്റെ അവന്റെ കുന്തുകൊലത്തോ അവന്റെ വീക്ക്നെസ്സോ അല്ലാഹു അവന്റെ പോരായ്മയോ അല്ലാഹു സുബ്ഹാനഹു. അതേപോലെ ഒരു വ്യക്തി ദീന്റെ തെരുളു എല്ലാം കൂടെ തെരുളു പോണ്ടിരുന്നെങ്കിൽ സഹല അല്ലാഹു ലഹു തരീഖൻ ഇലൽ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നു. അല്ലാഹു ആ വ്യക്തിക്ക് സുലഭമാക്കി കൊടുക്കണം. അതേപോലെ അവസാനത്തെ ഭാഗമായിട്ട് ഹദീസില് ഒരു കൂട്ടന്മാർ അങ്ങ് ഈത്തമഫി ബൈത്തിൻ മിൻ ബുയൂതില്ലാഹ് അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ചാണ് യത്ലൂന കിതാബല്ലാഹ് അല്ലാഹുവിന്റെ കിതാബ് ഓതിയിട്ടുള്ള തദറാസുന അദ്ദറാസാക്കുന്ന പരസ്പരം അതിനെ ദർസാക്കിയിട്ടുണ്ട്. ഇല്ല ശഫഅത്തുൽ മലായികമാരുടെ ബന്ധിച്ചിരിക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കീനത്തുക്ക് ട്രാൻക്വിലിറ്റി സമാധാനം അല്ലാഹു നാസിലാക്കി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ ആത്മാർക്കും മലായികമാരെ സാക്ഷി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ മാഫാക്കി. റിയാദ് സ്വാലിഹീൻ ഹദീസായിട്ട് എൻ്റെ സഹോദരന്മാരെ എന്തൊക്കെ കാരണം ഇപ്പൊ ഒന്നാമത് മഴക്കാലം ഓൾറെഡി സ്റ്റാർട്ടായി. ഒത്തിരി സഹോദരന്മാരെ പണിയില്ലാണ്ട് പണിക്കോരണ്ട് പണിയാവില്ല, പണി നടക്കില്ല, മഴക്കാലം കഷ്ടത്തോടെ അതിനൊട്ടിക്കുമേ സ്കൂളിൽ ടൈം ആയിട്ടില്ല. ബാക്ക് ടു സ്കൂളിൽ പോകുന്ന ടൈം ആയിട്ടില്ല. പൈസ ഇന്നലെ എവിടെ യാറ് എത്ര ഫീസ് കെട്ടുള്ളൂ അങ്ങനത്തെ സ്കൂളിലെത്തിയിട്ടാണ്. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും. അത് യാറ് ഫീസോടെ കെട്ടുള്ളൂ അത് നിലവിൽ സ്കൂളിലെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പാവത്ത ഇവിടെ ക്വാളിറ്റി ഫീസ് അവിടെ കേട്ടിട്ടുണ്ട്. അവിടെ തന്നെ ക്വാളിറ്റി നോക്കില്ല. കാരണം ക്വാളിറ്റി നോക്കിയാൽ കിട്ടിയ ഫീസ് ഇല്ല കിട്ടും. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാകുമ്പോൾ ഇൻഫോം കിട്ടാൻ കിട്ടുന്നത് അങ്ങനത്തെ സ്കൂളിൽ ഈ ടൈമിലാണ് സഹോദരന്മാരെ ഹെൽപ്പാക്കണം. നല്ലൊരു സുന്ദരമായിട്ട് മലയാളത്തെ കഷ്ടപ്പാട് പണിയില്ലാണ്ടുള്ളവർ അതേപോലെ ഫീസ് കിട്ടുമ്പോൾ കഷ്ടമുള്ളത് കാരണം ഇതെല്ലാം അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഹെൽപ്പാക്കാൻ പിന്നെ ചെറിയ ಬಡ್ಡಿ ರಹಿತ ಸಾಲ ಕೊಡ್ತಾನಂತೆ ಚಿರಿ ಆಫೀಸಲ್ಲಿ ಎಲ್ಲ ಸಂಘಟನೆಗೂ ಹಾಕಿರಲ್ಲ. ಅಂಕರು ಆ ಕೇಳ್ತಿನಂತೆ ಕೈಸಲ್ಲಿ ಬೇಕಂಡು ಇಲ್ಲ ಎಲ್ಲ ಸ್ಕೂಲ್ ಮಕ್ಕ ಫೀಸ್ ಕಟ್ಟು ಹಾಕಿದ್ನಿ ಚಿರಿ ಎಲ್ಲ ಬಸ್ಕೊಂಡು ಹೋಗಿಟ್ಟು വെച്ച് കൂടെ പൈസ കൊടുത്തിട്ടില്ല, ഫീസ് കിട്ടുന്ന പൈസ ഇല്ല.
എത്രയും പൈസ തിന്നു വെച്ചാൽ മംഗന്റെ പേരുകൾ, കോടീശ്വരുടെ പേര്, കോടീശ്വർ വേറെ, മെഹന്തി വേറെ, ഹൽദി വേറെ, പിന്നെ ബ്രൈഡൽ ഷവർ വേറെ, പിന്നെ ഡോൻകി വേറെ, ഡോൻകി വേറെ കുമ്മയാണ്. ഇതെല്ലാം ഡോൻകി ആയിട്ട് ഡോൻകി എല്ലാ പേര് ചെന്നിട്ടും പൈസ ഇസ്രാഫായിട്ടു. ഈ പൈസ അവർക്ക് എത്രയും ഫീസ് കിട്ടോ പൈസ കിട്ടണം. ഈ നിഅമത്ത് ഡോൻകിയും ഹൽദിയും മെഹന്തിയും പിന്നെ നമുക്ക് പേര് പിടിയില്ലാത്ത ബ്രൈഡൽ ഷവറും വേറെ ഷവറും എല്ലാം പൈസ ثم لتسألن يومئذ عن النعيم. ഈ നിഅമത്ത് അല്ലാഹു തന്നതാണ്. ഈ നിഅമത്ത് വിശേഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ കര കൊടുക്കണം. ഒരു ഹദീസിൽ സമയത്ത് ലാ യസാലു ഖദമ അബ്ദി, ഒരു ആദമിന്റെ ഇൻസാന്റെ ഒരു സ്റ്റെപ്പ് മുന്നിൽ വെക്കപ്പെടാൻ അതിൽ 4-5 വസ്തുക്കളെ റിപ്ലൈ കിട്ടാൻ അതിൽ ഒന്നായിട്ട് അൻമാലിഹ, ഇതിന്റെ പൈസ എങ്ങനെ സമ്പാദന ഇങ്ങനെ സമ്പാദന പൈസ അവിടെ തീരില്ല. എങ്ങനെ ചെലവാക്കിയാൽ പൈസ എങ്ങനെ വിൽക്കാമാക്കിയ ചെലവാക്കി എങ്ങനെ അപ്പൊ ചൊല്ലണം. ബ്രൈഡൽ ഷവർ കൊടുത്ത്, ഡോങ്കി കൊടുത്ത്, ഡോങ്കി കൊടുത്ത്, ഈ കൊടുത്ത്, മെഹന്തി ഹൽദി എല്ലാം വേറെ വേറെ കണക്ക് കൊടുക്കണോ. സുബ്ഹാനല്ലാഹ്. അതേപോലെ എത്ര സഹോദരന്മാർ വലിയ വലിയ കുമ്പിട്ടോടെ ദർഗത്തിൽ വെച്ചത് എന്തു അകത്തില്ല. എത്ര ആ ദർഗത്തിൽ പിരിക്കൽ ആ പൈസ ആ പടയത്തോ എത്രയും മക്കൾ സ്കൂൾ യൂണിഫോം ആക്കണം. ഒരു മിനിമം 1,500 ഒരു പേര് യൂണിഫോം പക്കം. പിന്നെ എൻ്റെ അടുത്തുമല്ല ഒന്നെടുത്തപ്പ പിന്നെ നോക്കാൻ ഒന്നെടുത്തതിലെ കൽതിരപ്പ എപ്പോ വളഞ്ഞിരപ്പ മലയാളത്തിൽ സഹോദര സഹോദരിമാരെ ആ കപ്പലിലൂടെ ദർഗത്ത് പോയി പടയിൽ വെക്കുന്നത്. ദർഗത്ത് പടയ തകച്ചമേ ഇല്ല. എൻ്റെ സഹോദരന്മാർ, ഒരു വ്യക്തി കപ്പൽ നല്ല ആളുണ്ടായെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ ഭയം തുറക്കപ്പെടുകയാണ്. അയാൾ കിട്ടാൻ എല്ലാം പ്രതി കൊടുത്തു. സ്വർഗത്തെ പ്രസംഗമാണ്, സ്വർഗത്തെ ഫുഡുമാണ്, സ്വർഗത്തിന് പരിപാലനമുണ്ട്. നമുക്ക് സ്വർഗത്തിൽ ഭയം തുറക്കപ്പെടുകയാണ്. നഗര പടയ വീട്ടിലുണ്ടെ 5 ഫീറ്റിന് മണ്ണിലുണ്ടെങ്കിൽ വേറെ പടയ വെച്ചിട്ടും പൂള ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നഗരത്തിൽ ചെന്നാവും, നഗരത്തിൽ ചെന്നാവും എല്ലാം രാശി പോയി പൂച്ച വെച്ച വിദ്യാന്റെ കച്ചവടം കഴിഞ്ഞാണ്. സമുദായത്തെ എഡ്യൂക്കേഷൻ എത്രയും മക്കൾ സ്കൂളിൽ പോകും. സുബ്ഹാനല്ലാഹ്. ഇന്നും ഹെൽപ്പ് ആക്കുക, ബാക്ക് ടു സ്കൂളിൽ ടൈം ഹെൽപ്പ് ആക്കുക ടൈം ആയിട്ട് സഹോദര സഹോദരന്മാർ. അത് രണ്ട് വിഷയം മാത്രം 2 മിനിറ്റുണ്ട്. എൻ്റെ സഹോദരന്മാർ 2 വീലേഴ്സ് സ്കൂട്ടറാ ബൈക്ക് അത് കാറിലോ പോയിട്ട് മഴക്കാലത്ത് കെയർഫുൾ ഡ്രൈവിംഗ് ആക്കുക. നിങ്ങൾ സേഫ്റ്റി എന്താണ് മക്കൾ സ്കൂൾ മക്കളുള്ള ആ യൂണിഫോം ഒന്നുമില്ല. അവരുടെ ഇങ്ങനെ ചീർത്തിരിപ്പായിട്ട് പോയിട്ട് അങ്ങനെ സ്കൂളില്ല. അവർക്ക് വന്നെങ്കിൽ പിറ്റേന്ന് കൽക്കി ഡ്രസ് ഉണങ്ങിയിട്ട് പിന്നെ അവർ സ്കൂളിൽ പോകും. എല്ലാം നിങ്ങൾ പോകും. എത്ര സ്പീഡ് വേണം പോകും. ആൾമാരുടെ പ്രദേശത്തിൽ എല്ലാം പോകും. ഇതേപോലെ നിസ്കരിക്കുന്ന ആൾമാർ മാർക്കറ്റിൽ മല എല്ലാം ശുദ്ധിച്ചുള്ളതാവില്ല. മാർക്കറ്റിൽ മല ശുദ്ധി വെക്കും. അത് പൂനെവിടെ നായി ബായിട്ടോടെ ഫാസ്റ്റ് ഡ്രൈവ് അത് പറ്റിയ അങ്ങനെ നിസ്കാരത്തിൻ്റെ നജീസാക്കിയിട്ടുള്ള. അതേപോലെ രാഷ്ട്രത്തിൻ്റെ സഹോദരന്മാർ പുതിയ പുതിയ സ്കൂളിൽ മക്കളാർ പാലക്കാരന്മാർ പിന്നെ സ്കൂൾ വർത്തിക്കുകയും ആൾമാരെ സ്റ്റഡി ആക്കാനിട്ട് ആൾമാരെ അറിയാനിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ അർജന്റ് ആക്കേണ്ടത് ടൈം വർഷം നോക്കിയ പഠിക്കുന്ന അറിയാക്കിട്ട് അർജന്റ് ആക്കിയിട്ട് അങ്ങനെ നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് അതെല്ലാം നമുക്ക് സ്പ്രെഡ് ആവുന്നത് പാസ്സാവുക പിടിയില്ലാതെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇത് ടൈമായിട്ട് കയറുന്നവർ സഹോദരമായി ഉപ്പാക്കണം. അതേപോലെ ഞങ്ങൾ ആ ബന്ധു വെച്ചിട്ട് ഉറപ്പാക്കുന്നത് ആ പരിസ്ഥിതി എഡ്യൂക്കേഷൻ യൂസ് ആക്കുന്ന ടൈമായിട്ട് കയറി. അതേപോലെ ഇന്നൊരുത്തർ സൈബർ വിഷയത്തിൽ ഞങ്ങൾ പണിയൊക്കെയായിട്ട് കാണാൻ الله رسول صلى الله عليه وسلم اللهم إني أسألك فعل الخيرات وترك المنكرات حب المساكين
മിസ്കീന്മാരോ പാവത്തങ്ങനെ മഹബത്താക്കുമ്പോഴാക്കുന്നുണ്ട് പാവത്ത് മഹബത്താക്കുന്ന മനസ്സിലും നമുക്ക് ഫൈനാൻഷ്യലി ഹെൽപ്പ് ആക്കിയിട്ടാണ് സ്കൂൾ ഫീസാ സ്കൂൾ ബുക്സാ അല്ലെ വേറെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെൻറ്റാ എന്തൊക്കെ പറയുന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا.